അച്ഛേ നിന്നെ ഞാൻ ഒന്ന് കാണാതിരിക്കായിരുന്നു. നീ എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്? നീ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എനിക്കെതിരെ സമരം ചെയ്യാൻ പോണെന്ന് പറഞ്ഞ കേട്ടല്ലോ. രാജഭരണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ആ ശരിയാ, ഞാൻ സമരം ചെയ്യും. എന്റെ അച്ഛ രാജഭരണ കാലമൊക്കെ പണ്ടത്തെ കാലം, അതൊക്കെ പോയി. ഇപ്പൊ നമ്മുടെ ഈ കാട്ടില് സമത്വം വേണം, സാഹോദര്യം വേണം, ഇവിടെ മൃഗാധിപത്യം വരണം. ഇന്നലെ രാത്രി മൊത്തം ഒരു പന്നീരെ വാരിയിൽ ഒറ്റക്കിരുന്ന് വലിച്ചു കയറ്റി ഇവന് മൃഗാധിപത്യം ഉണ്ടാക്കണോ? മൃഗാധിപത്യം എന്തൊക്കെ പറഞ്ഞാലും ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ആകെ ഒരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ. എന്തോന്ന്? ഇങ്ങനെ ഒരു സിംഹത്തിന്റെ മോനായിട്ട് ജനിക്കല്ലേ, വല്ല പുലിയുടെ മോനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ആ അടിച്ച് ഞാൻ ചെവിക്കല്ലേ പൊട്ടിക്കും കേട്ടാ. സിംഹത്തിന് എന്താടാ കുഴപ്പം? കാട്ടിലെ രാജാവാണ്, അതൊരു അന്തസ്സാണ്. പിന്നെ ഒരു പുഴുങ്ങിയ ചിങ്കം. അതെ, നാട്ടിലായാലും കാട്ടിലായാലും ആരെങ്കിലും എന്തെങ്കിലും ധീരതയുള്ള ഒരു പ്രവൃത്തി ചെയ്താണ്ടല്ലോ, അവനെ ആൾക്കാർ പറയണേനറിയാമോ? ചിങ്കന്നല്ല, അവ പുലിയാണെന്ന്.